ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഓണഷൂട്ടാണ് കേട്ടോ. നമ്മൾ ഫാമിലിയായിട്ട് ഒരു ഓണഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഓണഷൂട്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഓണഷൂട്ട് ചെയ്യുന്നതാണ്. ഓണം മാത്രമല്ല ക്രിസ്മസും എല്ലാം കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കും എല്ലാം നമ്മൾ ഫാമിലിയായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അതുപോലെ അപ്പം ഇന്ന് നമുക്ക് ഓണഷൂട്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ 4 മണിയായപ്പോൾ ഞാൻ എണീറ്റു. 5 മണിയായപ്പോൾ എനിക്ക് അവിടെ എത്തണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് തന്നെ മേക്കപ്പ് ചെയ്യുന്നത്. മേക്കപ്പ് മീൻസ് സാരി ഉടുപ്പിക്കണം, ഹെയർ സ്റ്റൈൽ, ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ്. അപ്പോൾ അതിനുവേണ്ടി എന്നെ കൊണ്ടാക്കുവാണ്. പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. പപ്പയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ എന്നെ 5 മണിക്ക് അവിടെ എത്തിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരും. പിന്നെ എന്നെ വിളിക്കാൻ വന്നാൽ മതില്ല. അപ്പോൾ പോകുന്ന വഴി എനിക്ക് പൂ വാങ്ങിക്കണമായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കടയിൽ കയറി. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ എൻ്റെ പൊന്നെ പറയണ്ട, ഇല്ല എന്താ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ വില കൂട്ടുമെന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ചേട്ടന്. എന്നെ കണ്ടപ്പോൾ ചേട്ടൻ ഉടനെ വില കൂട്ടി ഒരു മുഴത്തിന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പിന്നെ നിന്നു. ചേട്ടൻ എന്തെങ്കിലും കുറച്ച് തരുമോയെന്ന് അറിയത്തില്ല. നമുക്കറിയാം ഓണമാണ്, പൂവിന് വില കൂടും എല്ലാം നമുക്കറിയാം. എന്നാലും ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് വില കൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തിരി കടുപ്പമല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ചേട്ടൻ വില കൂട്ടിയതാണെന്ന് മനസ്സിലായി. കാരണം അത് നമ്മൾ പകൽ ചെല്ലുമ്പോഴും നമ്മൾ എന്തായാലും ഇത്ര വില എടുക്കത്തില്ല. അപ്പോൾ ഈ ടൈമിൽ ചെല്ലുമ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യക്കാരെന്ന് അറിയുന്നതുകൊണ്ട് അവർ വില കൂട്ടും, നമ്മൾ വാങ്ങിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ പറഞ്ഞ വിലയ്ക്ക് എനിക്ക് അങ്ങോട്ട് യോജിപ്പില്ലായിരുന്നു. കാരണം ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റും കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ അവിടുന്ന് പോകുന്നു, വേറെ നോക്കാം. കാരണം വേറെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഈ ടൈമിൽ എല്ലായിടത്തും പൂ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാറി കുറച്ച് അങ്ങോട്ട് മാറി വാങ്ങിക്കാമെന്ന് വെച്ച് പോന്നു. ഭയങ്കര വില, ഒരു മുഴത്തിന് 50 രൂപയുള്ളൂ സാധാരണ. അപ്പോൾ ആളെ കണ്ടപ്പോൾ അവനൊരു കൂട്ടൽ. എത്ര ചേച്ചി ഒരു മുഴം എത്ര? അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ തന്നെ വേണ്ടത് നമ്മുടെ ഇവിടെ കുറേ കച്ചവടം ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരെ വാങ്ങിച്ചപ്പം കഴിയില്ല, ഒരു മുഴം 80 രൂപ. അങ്ങനെ എനിക്ക് വലിയ അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് 2 മുഴത്തോളം, ചേച്ചി 2, 3, 5 കൊണ്ടുപോകാൻ പറയുവാണ്. അപ്പോൾ എനിക്ക് 5ൻ്റെ ഒന്നും ആവശ്യമില്ല, 2 മുഴം മതി തന്നു. പിന്നെ എനിക്ക് കുറച്ച് തുളസിയും കളറിൻ്റെ കുറച്ച് പൂവും വേണമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കെട്ടിയായിരുന്നു വേണ്ടത്, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ലൂസാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ പിന്നെ ഞാൻ കെട്ടേണ്ടി വന്നു. എനിക്കാണെങ്കിൽ കെട്ടാനും അറിയത്തില്ല, ആകെ പെട്ടുപോയി. പക്ഷേ അത് അവർ കെട്ടിത്തരുമായിരുന്നു, കെട്ടിയായിരുന്നു വാങ്ങിക്കേണ്ടത്. പക്ഷേ വിട്ടുപോയി. പിന്നെ ഞാൻ കുറച്ച് തുളസിയും കുറച്ച് റോസ് കളറുള്ളൊരു പൂവും 2 മുഴം പൂവും വാങ്ങിച്ച്. നമുക്ക് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണം. ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി. അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന ആൾ. അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് ഹസ്ബൻഡ് അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയും ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ വിളിക്കാൻ വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം 8 മണിക്ക് ആൾക്ക് ഇവിടുന്ന് ഹരിപ്പാട് ഒരു വർക്കുണ്ട്. അപ്പോൾ അതിന് പോകണം ആൾക്ക്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വർക്ക് തീരണം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അപ്പം വർക്ക് തുടങ്ങാൻ ലെൻസ് വെച്ചു. വർക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മസ്കാര ഇടണം, അങ്ങനത്തെ, പിന്നെ ഹെയർ സെറ്റ് ചെയ്യണം, അങ്ങനത്തെ. ഞാൻ പറഞ്ഞു സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കിൻ ടോണിനനുസരിച്ച് തന്നെ. അപ്പം അതെന്തായാലും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലും സാരിയേ ഉള്ളൂ.
സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ബാക്കിലോട്ട് നമ്മളൊരു മെസ്സി ലുക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ ബാക്കിലോട്ട് കെട്ടിയിട്ട് താഴോട്ട് പിന്നിട്ട് പൂ വെക്കാന്നുള്ള രീതി ഒരു മെസ്സി സ്റ്റൈലാണ്. ദേ ഫൈനലി നമ്മുടെ ഹെയർ സ്റ്റൈലും കഴിഞ്ഞിരിക്കുന്നു. പൂവും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേണ്ട ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സാരിയൊക്കെ കൊടുത്ത് സെറ്റായി ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ പൊട്ട് പോയി. വേറെ പൊട്ട് കയ്യിലുണ്ട്, ഇനി അവിടെ ചെന്നിട്ട് വേണം പൊട്ടിടാൻ. അങ്ങനെ വേണ്ട അവർ വന്നു, അവരെല്ലാവരും വന്നു. ഞങ്ങൾ കാറിലായിട്ട് കയറി ഞങ്ങളുടെ ഈ ഫോട്ടോഷൂട്ട് ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇപ്പം തന്നെ സമയം ലേറ്റായി. 7 മണിക്ക് ലൊക്കേഷൻ സ്ഥലത്ത് എത്തണമെന്ന് പറഞ്ഞാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ 8:30-9 മണിയോളം ആയി. പിന്നെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മഴയില്ലായിരുന്നു. അതാണ് നല്ലൊരു കാര്യമായി. വെയിലൊക്കെ ഉണ്ടായിരുന്നു, മഴയില്ലായിരുന്നു. പിന്നെ ഇവന്മാരെ നിർത്തി ഫോട്ടോ എടുക്കാനോ, കാരണം കുഞ്ഞുങ്ങൾ ഒന്നാമത്തെ കാര്യം ഞാൻ രാവിലെ 5 മണിക്ക് അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്നാണല്ലോ കയറിയത്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ ടയേർഡിങ് ഉണ്ടായിരുന്നു. അവന്മാർ ആകെ ബഹളമായിരുന്നു. 2-3 ഫോട്ടോസ് മാത്രമേ അവന്മാരെ കിട്ടിയുള്ളൂ. കേസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. വൈറ്റിലയിൽ അടുത്തുള്ള റിസോർട്ടാണ്. എല്ലാ വർഷവും ഞങ്ങളിവിടെ വന്നാണ് ഫോട്ടോ എടുക്കാറ്. അപ്പോൾ ഈ തവണയും ഞങ്ങളിവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റാണ് അവിടെ. ഓണത്തിൻ്റെ സെറ്റ് അവൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടാണിത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ ദേവിയിലോട്ട് പോകുമ്പോൾ 11 മണി 12 മണിയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചു, വീട്ടിൽ വന്നു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.